സ്കിസാറ്റ് 2025 അവരുടെ ക്യാറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇനി 5 ഇയർ BBA LLB, 5 ഇയർ BCom LLB, 5 ഇയർ BSc LLB കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഇൻസ്ട്രക്ഷനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്ന കുട്ടികൾ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് വെക്കുക. നിങ്ങളങ്ങനെ റീഅറേഞ്ച് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരും. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഓപ്ഷൻസിൻ്റെ രീതിയിൽ റാങ്കിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നത്. നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് നമ്മളുടെ ഓപ്ഷൻ റീഅറേഞ്ച് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഏതാണ് ആദ്യം വേണ്ടത്, BBA LLB ആണോ, BCom LLB ആണോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്നുള്ള കാര്യം നോക്കിയിട്ട് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് എടുത്തു വെച്ച് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് 6/6/2025 ഫ്രൈഡേ മിഡ്നൈറ്റ് വരെയാണ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങളിപ്പോൾ ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരെണ്ണം കിട്ടിയാൽ താഴെയുള്ളത് ഡിലീറ്റായിട്ട് പോകും, പിന്നെ അല്ലെങ്കിൽ ക്യാൻസലായിട്ട് പോകും. പിന്നെ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് മാത്രമാണ് പരിഗണിക്കുകയുള്ളൂ കേട്ടോ. അത് നമ്മളുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് അടുത്തുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നത്. ഇനി നിങ്ങളുടെ ഓപ്ഷൻസ് ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്താലും ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ ആദ്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, നിങ്ങളിപ്പോൾ ഓപ്ഷൻസ് കൊടുത്തു, പക്ഷേ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ഒന്നും കൂടി എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് 6/6/2025 നമ്മളുടെ ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് ഡേറ്റ്. സോ അതിന് മുമ്പ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും കൂടി മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്ഷൻ നിങ്ങൾ മാറ്റുന്നുണ്ടെങ്കിലൊക്കെ അത് കറക്റ്റായിട്ട് തന്നെ നോക്കി സേവ് ചെയ്തൊക്കെ വെക്കാം. ഇനി for BBA LLB, BCom LLB and BSc LLB owners computer science, candidate can only rearrange option. No addition or removal of option is permitted. അപ്പോൾ നിങ്ങൾ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുള്ളൂ എങ്കിൽ വേറെ ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാനോ ഒന്നും പറ്റില്ല കേട്ടോ. ഓർഡർ ഓഫ് ദി സെലക്റ്റഡ് ഓർ ഡിഫാൾട്ട് ഓപ്ഷൻ ക്യാൻ ബി ചേഞ്ച്ഡ് യൂസിങ് അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. നിങ്ങൾക്ക് ആ പൊസിഷൻ മാറ്റാനായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഉപയോഗിച്ചിട്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക, ഒന്ന് പ്രിവ്യൂ നോക്കിയിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക, എന്നിട്ട് കൺഫേം കൊടുക്കുക കേട്ടോ. പിന്നെ ബാക്കിലേക്ക് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ബാക്ക് ബട്ടൺ കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വരെ ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇരിക്കണേന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വച്ചേക്കുക, നിങ്ങൾ ഇങ്ങനെയാണ് ഓപ്ഷൻസ് വച്ചേക്കണേന്നുള്ളത് അറിയാനായിട്ടൊക്കെ ആയിട്ട് കേട്ടോ. ഇനി നോ ചേഞ്ചസ്, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചേഞ്ച് വരുത്താൻ പറ്റില്ല. പിന്നെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടും ഓപ്ഷൻസ് അനുസരിച്ചിട്ടും ഒക്കെയാണ് അലോട്ട്മെൻറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ബാക്കി ഷെഡ്യൂളും ഇൻസ്ട്രക്ഷനും അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷമുള്ള ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ പ്രൊഫൈലിലൊക്കെ ആയിട്ട് അറിയിക്കും. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബെസ്റ്റ്. താങ്ക് യു.